കർത്താവായ യേശു മശിഹായ്ക്ക് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ ലൈവിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവന്ദനങ്ങളെ എല്ലാവർക്കും അറിയിക്കുന്നു. ഇന്ന് എന്നോട് കൂടെ ജോയിൻ ചെയ്യുന്ന പാസ്റ്റർ അബ്രഹാം കുട്ടി, പാസ്റ്റർ ജോസ് വർഗീസ്, ബ്രദർ സൈമൺ, എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് യഹോവ സാക്ഷികൾ എന്നുള്ള ആ ഗ്രൂപ്പിന്റെ തത്വജ്ഞാനങ്ങളെ പറ്റി, അവർ ചെയ്ത ബൈബിളിൽ ഉള്ള വ്യത്യാസങ്ങളെ പറ്റി ഞങ്ങൾക്ക് സംസാരിക്കുവാൻ ദൈവം കൃപ തന്നുവല്ലോ. അപ്പോസ്തോലന്മാര് പെന്തക്കോസ് നാളിൽ തൻ്റെ സുവിശേഷം, അതായത് പൂർത്തീകരിച്ച സുവിശേഷം, കർത്താവിൻ്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ള ഭയങ്കരമായ, അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ലോകത്തിൽ നടന്ന ഏറ്റവും വലിയ അത്ഭുതം, ആ ഒരു അത്ഭുതത്തെ പറ്റിയും അതിൽ കൂടെ കർത്താവ് പിന്നെയും അവർക്ക് പ്രത്യക്ഷനായതും, അത് അവർ പ്രസംഗിക്കുവാൻ തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ അവർ പരിശുദ്ധാത്മാവ് ലഭിച്ച് അവർ പുറപ്പെടുവിച്ച ആദ്യത്തെ സുവിശേഷത്തിന് കളങ്കം വരുത്തുവാൻ ആയിരക്കണക്കിന് തത്വജ്ഞാനങ്ങളും ചിന്തകളും പലവിധമായ ഡോക്ട്രിൻസും പലവിധമായ സഭകളും ഇന്ന് ഈ ലോകത്തുണ്ട്. അപ്പോൾ അതിൽ ഒരു മെയിനായിട്ടുള്ള സഭയായിട്ടാണ് യഹോവ സാക്ഷികളെ അറിയപ്പെടുന്നത്. തൃത്വക്കാര് യേശുവും ദൈവമാകുന്നു എന്നും ദൈവം യേശുവിൽ യേശു ദൈവത്വത്തിൽ ഒരു വ്യക്തിയാകുന്നു എന്ന് പ്രചരിക്കുമ്പോൾ യേശു ദൈവമല്ല എന്നും വെറും ഒരു മനുഷ്യൻ മാത്രമാണ് എന്നും പ്രസംഗിക്കുന്ന യഹോവ സാക്ഷികളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒരാശം കൂടെ നമ്മൾക്ക് വചന ഭാഗങ്ങളിലേക്ക് കടന്നു പോകാം. നമ്മൾ കാണുന്നു, അപ്പോസ്തോലനായ പൗലോസ് നമ്മളോട് പറയുന്നത്, അപ്പോസ്തോല പ്രവൃത്തിയിൽ അതിൻ്റെ 20-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിൽ മുതൽ സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭ. അപ്പോൾ ഇവിടെ പൗലോസ് വ്യക്തമാക്കുന്നു, വചനം ദൈവമായിരുന്നു. വചനം ജഡമെടുത്ത് സ്വയം ഒരു ശരീരം ഒരുക്കുകയും ആ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആ രക്തത്താലാണ് ദൈവം തൻ്റെ സഭയെ സമ്പാദിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. പക്ഷേ 29-ാമത്തെ വാക്യത്തിൽ പിന്നെ പറയുന്നു, ഞാൻ പോയ ശേഷം ആട്ടിൻ കൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശങ്ങൾ പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അപ്പോൾ അന്ന് തന്നെ പൗലോസ് അറിഞ്ഞതും, പിന്നെ അത് കഴിഞ്ഞ് ഉടനെ ഞാൻ പോയ ശേഷം, അതായത് പൗലോസ് അന്ന് പ്രസംഗിക്കുന്ന സമയം, അല്ലെങ്കിൽ ഒരു 35-36 AD ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പോയ ശേഷം ഉടനെ ചെന്നായ്ക്കൾ കടന്നു വരുമെന്ന്. അപ്പോൾ ഇന്ന് 2000 വർഷം ഏകദേശം പിന്നിട്ട ശേഷം നമ്മൾ കാണുന്നു, പലവിധമായ ഡോക്ട്രിൻസോട് കൂടെ 100 കണക്കിന് സഭകൾ രൂപീകരിക്കപ്പെടുകയും അവരെല്ലാവരും സത്യമാണ് പ്രസംഗിക്കുന്നതെന്ന് അവർ വിചാരിക്കുമ്പോഴും ഞങ്ങൾ പറയുന്നു, അപ്പോസ്തോലന്മാർ പ്രസംഗിച്ചത് ആ സുവിശേഷമാണ് നമ്മൾ കൈക്കൊള്ളേണ്ടതും നമ്മൾ എന്നും അതിനെ സൂക്ഷിച്ച് കർത്താവിൻ്റെ വരവ് വരെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതും. അപ്പോൾ ആദ്യം ഞാൻ എടുക്കുവാൻ പോകുന്ന ഇന്നത്തെ വേദഭാഗം യെശയ്യാവിന്റെ പുസ്തകം 9:6.
അതിൻ്റെ ഭാഗം ആദ്യം ഞാൻ പാസ്റ്റർ അബ്രഹാം കുട്ടിയോട് അതിനെപ്പറ്റി സംസാരിക്കുവാൻ ക്ഷണിക്കുന്നു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. പാനലിലായിരിക്കുന്ന എല്ലാ മെമ്പേഴ്സിനും ലൈവിൽ ശ്രവിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ബ്രദർ സൈമൺ, ബ്രദർ വിൽസൺ പറഞ്ഞതുപോലെ കഴിഞ്ഞ 3-4 സെഷനായിട്ട് യഹോവ സാക്ഷികൾ JW എന്ന് പറയുന്ന അവരുടെ കൾട്ട് ഉപദേശത്തെക്കുറിച്ച് തുറന്നു കാണിക്കുന്ന ഒരു ഡിസ്കഷൻ ആയിരിക്കുന്നു നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും അവരുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ബൈബിൾ വരെ തിരുത്തി അവരുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ഇറ്റ് ഈസ് എ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഫോർ ദം, അങ്ങനെ അവിടെ പേര് തന്നെ യഹോവ സാക്ഷികൾ എന്ന് ഇട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് തന്നെ ബൈബിൾ വിരുദ്ധമായിട്ടുള്ളതാണ്. യഹോവ വിറ്റ്നസ് അല്ലെങ്കിൽ യഹോവയെ കുറിച്ച് സാക്ഷി പറയാൻ വേണ്ടി ആരെയും പുതിയ നിയമത്തിൽ പറയുന്നില്ല. പിന്നെയോ യേശുക്രിസ്തു പറയുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾ യെരുശലേമിലും യഹൂദയിലും ശമറിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകണമെന്നാണ് യേശുക്രിസ്തു പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന ആ പേര് തന്നെ ബൈബിളിന് വിരുദ്ധമായിട്ട് ആയിരിക്കുന്നു. എന്നോട് ചോദിച്ച വാക്യം ഇതാണ്. യെശയ്യാ പ്രവചനം 9:6 കുറിച്ച് സംസാരിക്കാനാണ്. വളരെ ക്ലിയർ ആയിട്ടുള്ള യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് ഏകദേശം 600-700 എക്സാക്ട് അറിയില്ലെങ്കിൽ തന്നെയും ഏകദേശം 700-800 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവചിച്ച ഒരു വാക്യമാണ്. For unto us a child is born, unto us a son is given, the government shall be upon his shoulder, and his name shall be called Wonderful Counselor, the Mighty God, the Everlasting Father, the Prince of Peace. Praise the Lord. Hallelujah. തീർച്ചയായിട്ടും ഈ വാക്യം വായിക്കുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യേശുക്രിസ്തു ബേത്ലഹേമിൽ ജനിച്ചപ്പോൾ അതൊരു unto us a child is born, അവർക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. unto us a son is given. തീർച്ചയായിട്ടും ലോകത്തിന്റെ മുമ്പിൽ യേശുക്രിസ്തുവിനെ കാണപ്പെട്ടത് അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ അറിയപ്പെട്ടത് ജോഷുവ ഉള്ള പേരിൽ മറിയത്തിനും ജോസഫിനും ബേത്ലഹേമിൽ ജനിച്ച ഒരു ശിശു. ആൻഡ് സൺ ഈസ് ഗിവൺ. ആ സണ്ണിനെ പറ്റി പറയുമ്പോൾ ഹി ഈസ് ദ സൺ ഓഫ് ഗോഡ്, അതായത് ദൈവം ദൃഢത്തിൽ വെളിപ്പെട്ടതാണ് യാഷുവ, അല്ലെങ്കിൽ അവൻ പഴയ നിയമത്തിലെ യഹോവ സേവിയർ ആകുന്നു. ആൻഡ് ഹീസ് ഇമ്മാനുവൽ ഓൾസോ, ദൈവം നമ്മോട് കൂടെ. അപ്പോൾ ജനിക്കുവാൻ പോകുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസന്റ് ടെൻസിൽ തന്നെ യെശയ്യാ പറഞ്ഞിരിക്കുകയാണ്. എ ചൈൽഡ് ഈസ് ബോൺ, ഒരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആൻഡ് ദ ഗവൺമെന്റ് ഷാൾ ബി അപ്പോൺ ഹിസ് ഷോൾഡർ. അപ്പോൾ ഫ്യൂച്ചറിൽ അവൻ പൊസസ് ചെയ്യാൻ പോകുന്ന ആ ടൈറ്റിൽസിനെ കുറിച്ചാണ് പറയുന്നത്. ആധിപത്യം അവന്റെ തോളിലിരിക്കും. എന്താണ് ആധിപത്യം? ആധിപത്യം എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ ഭരിക്കുവാനുള്ളതായിട്ടുള്ള അതാണ് ആധിപത്യം. അത് അവന്റെ തോളിലാണ് ഇരിക്കുന്നത്. ആരാണ്? യേശുക്രിസ്തുവിന്റെ തോളിൽ. ആൻഡ് ഹിസ് നെയിം ഷാൾ ബി കോൾഡ്, അത് ഫ്യൂച്ചർ ടെൻസിൽ പറയുന്നു, വണ്ടർഫുൾ, അത്ഭുതവാനാണ്. അതായത് ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ ആരാകുന്നു? യഹോവയായ ദൈവം. അവൻ ചെങ്കടലിനെ വിഭജിച്ചു. അവൻ പകലും രാവും 40 വർഷങ്ങൾ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ കൂടെ നടത്തി സ്വർഗത്തിൽ നിന്ന് മന്ന അവരെ പോഷിപ്പിച്ചു. ഇറച്ചി കഴിക്കാൻ താല്പര്യപ്പെട്ടപ്പോൾ ലവ്യാഥാന്റെ തലയെ തകർത്തു.
ഇസ്രായേലിലെ ടെന്റിൽ കാടപ്പക്ഷികൾ വന്നു, അവർ ഇറച്ചു ഭക്ഷിച്ചു. അവർ ദാഹിച്ചപ്പോൾ പാറയെ പിളർന്ന് വെള്ളം കൊടുത്തു. അങ്ങനെ ഏകനായി അത്ഭുതങ്ങളെ പ്രവർത്തിച്ചവനാണ്. അതുകൊണ്ടാണ് അവന്റെ പേര് വണ്ടർഫുൾ. പിന്നെ കൗൺസിലർ. കൗൺസിലർ മീൻസ് അഡ്വക്കേറ്റ്. അപ്പോൾ പഴയ നിയമത്തിൽ യഹോവയെ കുറിച്ച് പറയുമ്പോൾ അവന് കൗൺസിൽ ചെയ്യാൻ വേണ്ടി ആരുമില്ല. ഒരിക്കലും അവൻ ആലോചന ആരോട് ചോദിക്കുന്നില്ല. അവൻ തന്റെ സ്വന്തം ഹിതത്തിൽ സ്വന്തം നിർണയത്തിൽ പ്രവർത്തിക്കുന്നവനാകുന്നു യഹോവയായ ദൈവം. അതേ യഹോവയായ ദൈവത്തിന്റെ ക്വാളിറ്റീസ് ആണ് ഇവിടെ ജനിച്ചിരിക്കുന്നു എന്ന് പ്രസന്റിൽ പറഞ്ഞതിന് ശേഷം ഫ്യൂച്ചറിലേക്കുള്ള ടൈറ്റിൽസ് പറഞ്ഞിരിക്കുന്ന കൗൺസിലർ. ഇനി അടുത്താണ് വളരെ ഇമ്പോർട്ടന്റ്, ദ മൈറ്റി ഗോഡ്. ഒറ്റ മൈറ്റി ഗോഡ് ലോകത്തിൽ കാണാൻ സാധിക്കുള്ളൂ. അത് ബൈബിളിൽ പറയുമ്പോൾ ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ അത് യഹോവയായ ദൈവമാണ് മൈറ്റി ഗാഡ്. പിന്നീട് പറയുമ്പോൾ എവർലാസ്റ്റിംഗ് ഫാദർ, അതും പഴയ നിയമത്തിൽ പറയുന്നു നമുക്കൊരു പിതാവേ ഉള്ളൂ, ഒരു ദൈവമല്ലയോ നമ്മെ സൃഷ്ടിച്ചത്. പക്ഷേ യേശു ക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാ പ്രവചിച്ചു, അവൻ എവർലാസ്റ്റിംഗ് ഫാദർ ആകുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത് പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ എവർലാസ്റ്റിംഗ് ഫാദർ എന്ന് യെശയ്യാ പറഞ്ഞപ്പോൾ ഇവിടെ പുതിയ നിയമത്തിൽ വന്നപ്പോൾ യേശുക്രിസ്തു പറയാണ് ഞാനും പിതാവും ഒന്നാകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കാട്ടും പവർഫുൾ വേർഡ്സ് ആണ് യെശയ്യാ ഉപയോഗിച്ചത്, എവർലാസ്റ്റിംഗ് ഫാദർ. ഇനി എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള ഫാദർ ഉണ്ടെങ്കിൽ അത് യേശുക്രിസ്തു ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും യേശുക്രിസ്തുവിന് വേറെ ഒരു ഫാദറിനെ ഉണ്ടാക്കാൻ കണ്ടുപിടിക്കുവാൻ ശ്രമിച്ചാൽ അത് വിഫലമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ് ഈസ് ഫാദർ ആൻഡ് എവർലാസ്റ്റിംഗ് ഫാദർ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഉൽപ്പത്തി മുതൽ മലാക്കി വരെ പറയുന്നതായ യഹോവയായ ദൈവം തന്നെ ദടത്തിൽ വെളിപ്പെട്ടതാണ് യേശു ക്രിസ്തു. അവന്റെ പേരാകുന്നു വണ്ടർഫുൾ, കൗൺസിലർ, മൈറ്റി ഗോഡ്, എവർലാസ്റ്റിംഗ് ഫാദർ, പ്രിൻസ് ഓഫ് പീസ്. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ലോകത്തിൽ ആരും തരാത്ത സമാധാനം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ബൈബിളിൽ ഇസ്രായേൽ ജനത്തിന് വേണ്ടി വെളിപ്പെട്ട യഹോവയായ ദൈവം തന്നെ, ആ യഹോവ സേവിയർ ആയിട്ട്, യാശുവ ആയിട്ട് ലോകത്തിൽ വെളിപ്പെട്ടതാണ് 2023 വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിൽ യേശു ക്രിസ്തു. അത് ജനിച്ചപ്പോൾ അവൻ ചൈൽഡ് ആയിരുന്നു, അവനൊരു സൺ ആയിരുന്നു, ദാറ്റ് ഈസ് സൺ ഓഫ് ഗോഡ്. അതിനുശേഷം പിന്നീടുള്ള ടൈറ്റിൽസ് ആണ് ഇവിടെ നമ്മൾ വായിച്ചത്. ദ ഗവൺമെന്റ് ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ, ആധിപത്യം അവന്റെ തോളിലിരിക്കും. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ 9:6 ഞാൻ വിവരിച്ചു, എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ അബ്രഹാം. അടുത്തത് ഞാൻ ഇതിനകത്ത് ഒരു സ്പെസിഫിക് ചോദ്യം ചോദിക്കാൻ പോകുന്നത്, അവന്റെ സിംഹാസനം അല്ലെങ്കിൽ അവന്റെ രാജ്യത്വം എന്നേക്കുമുള്ള ഇതായിരിക്കും എന്ന് പറയുന്നത്. അതിന് വളർച്ചയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകില്ലെന്നും പറയുന്നുണ്ട്. എന്നിട്ട് ഇവര് 1 കൊരിന്ത്യരിൽ പുത്രൻ പിതാവിന് രാജ്യത്വം കൊടുത്തു എന്നും പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ കണ്ടത് അവിടെ സ്പെസിഫിക്കലി ആ നാമം ആരുടെ നാമമാണ് എന്നാണ് നമ്മൾ കാണുന്നത്. ആ നാമം പിതാവിന്റെ നാമം തന്നെയാണ്. ജനിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും അവന്റെ ദൈവത്വമല്ല, അത് അവന്റെ മനുഷ്യത്വം ആകണം. എന്താ വെച്ചാൽ ദൈവം ജനിക്കുന്നവനല്ല. പക്ഷെ വചനം ജഡമായി തീർന്നപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ശരീരം ഒരുക്കുവാൻ വേണ്ടി ഒരു ശിശുവിന്റെ ജനനം അവിടെ നടക്കുന്നു. അതുകൊണ്ട് ദൈവം ജനിച്ചു എന്ന് നമുക്ക് ഒരിക്കലും പറയുവാൻ സാധിക്കത്തില്ല. പക്ഷേ അവന്റെ ഭരണത്തിനും വളർച്ചയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാകുന്നു? പാസ്റ്റർ ജോസ്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ ഇന്നത്തെ ഡിസ്കഷനിലെ കടന്നു വരാനിടയായതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പാനലിലുള്ള കർത്താവിന്റെ വിലയേറിയ ഭക്തന്മാർക്ക് എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒപ്പം ഈ സെഷൻ മോഡറേറ്റ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ വിൽസൺ ബ്രദറിനെയും പ്രത്യേകം വന്ദനം ചെയ്യുന്നു. ചോദ്യം വളരെ പ്രസക്തമാണ്. മാത്രമല്ല, യെശയ്യാ 9:6 എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദൈവത്തിന്റെ അസ്തിത്വത്തെ സംബന്ധിച്ച്, ഏക ദൈവത്തെ സംബന്ധിച്ച്
ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് യെശയ്യാ 9:6-7 വാക്യങ്ങൾ. ഈ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് അല്പം മുമ്പ് വിൽസൺ സൂചിപ്പിച്ചതുപോലെ ദൈവം ജനിക്കുകയോ മരിക്കുകയോ ചെയ്യാൻ ദൈവം മനുഷ്യനുമല്ല, മനുഷ്യപുത്രനുമല്ല. എന്നാൽ ആദാമ്യ സന്തതികൾ ആദാമിന്റെ ലംഘന നിമിത്തം പാപത്തിൽ വീണപ്പോൾ പാപത്തിന് പരിഹാരമൊരുക്കുവാൻ വരുവാനിരിക്കുന്ന ഒരു മെസ്സിയെ കുറിച്ച് ഉൽപ്പത്തി 3:15 വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദത്തം ചെയ്തത് സ്ത്രീയുടെ സന്തതിയാണ്. സ്ത്രീയുടെ സന്തതി എന്നുള്ള നിലയിൽ രക്ഷിക്കാൻ വേണ്ടി വരുന്ന രക്ഷിതാവായ വെളിപ്പെട്ട് വരുന്നവൻ മനുഷ്യനായിരിക്കും, അവൻ സ്ത്രീയുടെ സന്തതിയായിരിക്കും. അപ്പോൾ തന്നെ അവൻ അവന്റെ പലവിധമാകുന്ന മിനിസ്ട്രിയിൽ അവൻ ശക്തനായ ദൈവമാണ്, വണ്ടർഫുൾ ആണ്, കൗൺസിലറാണ്. അതുപോലെ തന്നെ അവൻ എവർലാസ്റ്റിംഗ് ഫാദർ ആണ്, അവൻ പ്രിൻസ് ഓഫ് പീസ് ആണ്, മൈറ്റി ഗോഡാണ്. ഇത് ഭൂമിയിൽ അവൻ എടുക്കുന്ന ഈ ജഡത്തിൽ പ്രത്യക്ഷനാകുന്ന ദൈവത്തിന്റെ പലവിധമായ വേലകൾ, പലവിധമായ മിനിസ്ട്രിയെ കുറിച്ച് ഇവിടെ പറയുന്നു. ഇവിടെ യഹോവയുടെ സാക്ഷിയിൽ പറയുന്നത് പോലെ ഈ ജനിക്കുന്ന ശിശു കേവലം ഒരു കുഞ്ഞ് ജനിക്കുകയല്ല, പിന്നെ അവരിരിക്കുന്ന അതുല്യനായ ഉപദേശകൻ എന്നുള്ള നിലയിലും ഒന്നുമല്ല ആക്ച്വലി സംഭവിക്കുന്നത്. കാരണം യെശയ്യാവിന്റെ തന്നെ മറ്റൊരു പ്രവചനം 7-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, കന്യക ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. ഇവിടെ ഒരു മനുഷ്യനെ കുറിച്ചല്ല പറയുന്നത്. ഇവിടെ therefore the Lord himself shall give you a sign, behold a virgin shall conceive and bear a son and shall call his name Emmanuel. അപ്പൊ ജനിക്കാൻ പോകുന്ന ശിശു ഇമ്മാനുവേലാണ്. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെയാണ്. അപ്പം അവിടെ ബൈബിൾ പറയുന്നു, എനിക്ക് മുമ്പ് ഒരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം ഒരു ദൈവം ഉണ്ടാകത്തില്ല, ഞാൻ മാത്രമാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. അപ്പോൾ യഹോവയായ ദൈവം അല്ലെങ്കിൽ യഹോവയുടെ സാക്ഷികൾ അവകാശപ്പെടുന്ന യഹോവയായ ദൈവം തന്നെയാണ് യെശയ്യാവ് 43:10-11 പറയുന്നത്. എന്റെ മുമ്പിലോ എന്റെ ശേഷമോ ഒരുവനെയും അറിയുന്നില്ല, ഞാൻ ഒരുത്തിനെയും അറിയുന്നില്ല, ഞാൻ മാത്രമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ 7:14 അതേ പ്രവാചകൻ തന്നെ, അതേ പ്രവാചകന്റെ അധരത്തിലൂടെ സൃഷ്ടാവായ ദൈവം പറയുകയാണ്, കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ആ ജനിച്ചു വളരുന്ന മകൻ ഇമ്മാനുവൽ ആയിരിക്കും. ഇമ്മാനുവൽ എന്ന് പറഞ്ഞാൽ മനുഷ്യരോടുകൂടെ ദൈവം ഇരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. എപ്പോഴാണ് മനുഷ്യരോടുകൂടെ ദൈവം ഇരിക്കാൻ പോകുന്നത്? പാപം ചെയ്യുന്ന മനുഷ്യനോടുകൂടെ ദൈവത്തിന് ഇരിക്കാൻ കഴിയില്ല. അപ്പൊ ദൈവത്തിന് ഇരിക്കാൻ കഴിയണമെങ്കിൽ ഇവിടെ പറയുന്ന ഈ ശിശു, ജനിക്കപ്പെട്ട ശിശു, നൽകപ്പെടുന്ന ശിശു, അവൻ അതിശയവാനാണ്, അവൻ നിത്യപിതാവാണ്, അവൻ കൗൺസിലറാണ്, അല്ലെങ്കിൽ ആത്മനിയോഗമുള്ളവനാണ്, അവൻ നിത്യം പിതാവാണ്, സമാധാനത്തിന്റെ പ്രഭുവാണ്. ഇത് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഉടനീളം സംഭവിക്കുന്ന വളരെ വലിയൊരു സ്പാനിൽ, വലിയൊരു കാലഘട്ടത്തിൽ സംഭവിക്കുന്ന പലവിധമായ മിനിസ്ട്രിയാണ് അത് സൂചിപ്പിക്കുന്നത്. ഒന്ന്, ഒരു ശിശു ജനിച്ചിരിക്കുന്നു. അത് നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, അത് ബേത്ലഹേമിൽ 2000 വർഷങ്ങൾക്ക് അപ്പുറം ജനിച്ചു. നമുക്കൊരു മകൻ നൽകപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് മാനവജാതിയുടെ പാപത്തിന് പരിഹാരമായി കാൽവരി മലയിൽ നമുക്ക് വേണ്ടി ബലിയായി തീർന്നതിനെ കുറിച്ച് പറയുന്നു. അപ്പൊ ഓൾമോസ്റ്റ് ആദ്യത്തെ നൽകപ്പെട്ട ശിശുവിനും ജനിച്ച ശിശുവിനും ഇടയിൽ ഓൾമോസ്റ്റ് 33.5 ഇയർ സമയമുണ്ട്. അതിനുശേഷം വണ്ടർഫുൾ കൗൺസിലർ എന്നുള്ള കാര്യത്തേക്ക് വരുമ്പോൾ അവന്റെ പരിശുദ്ധാത്മാവായി അവൻ പെന്തക്കോസ്ത് നാളിൽ അവൻ നിങ്ങളോടുകൂടി വസിക്കുമെന്ന് പറയുന്നത് മുതൽ അവൻ കൗൺസിലറായി ആത്മനിയോഗപ്രകാരം രക്ഷിക്കപ്പെടുന്നവരെ നടത്തുന്ന കൗൺസിലറാണ്. അതേസമയം തന്നെ അവൻ ശക്തനായ ദൈവമാണ്. അവനെ വിശ്വാസത്താൽ വിളിച്ചപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവൻ തിമോത്തിയുടെ ലേഖനം 1 തിമോത്തി 3:16 പറയുന്നത് പോലെ ജഡത്തിൽ പ്രത്യക്ഷനായ ദൈവത്തിന്റെ പ്രത്യക്ഷതയാണ്. ആ അർത്ഥത്തിൽ അവൻ മഹാനായ ദൈവം തന്നെയാണ്. കാരണം അത് നമുക്കറിയാം, ഓവർ ദ സെഞ്ചുറീസ്, കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായി ആ മഹാനായ ദൈവം ഇന്നും അത്ഭുതങ്ങളും ജയഭേരി മുഴക്കിക്കൊണ്ട് അനേകരെ മരണത്തിൽ നിന്നും, പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും, രോഗബന്ധനങ്ങളിൽ നിന്നും
അപകടങ്ങളിൽ നിന്നെല്ലാം കാത്തു സൂക്ഷിക്കുന്ന മൈറ്റി ഗോഡായി വെളിപ്പെടുകയാണ്. അതേസമയം അവൻ സമാധാനത്തിന്റെ പ്രഭുവും കൂടിയാണ്. ഈസ് എ പ്രിൻസ് ഓഫ് പീസ്. അവനിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. അതേപോലെ തന്നെ അവൻ എവർലാസ്റ്റിംഗ് ഫാദർ ആണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു എവർലാസ്റ്റിംഗ് ഫാദർ എന്ന പദം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഒരു ദൈവമേ ഉള്ളൂ. ഒരു വ്യക്തിക്ക് പോലും അത് പറയാൻ കഴിയില്ല. കാരണം ഒരു വ്യക്തിക്ക് എവർലാസ്റ്റിംഗ് ഫാദർ എന്ന് പറയാൻ കഴിയില്ല, ഒരു വ്യക്തിക്ക് ഫാദർ എന്ന് പറയാൻ കഴിയും. കാരണം അയാൾക്ക് ജനനവും മരണമുണ്ട്. എന്നാൽ എവർലാസ്റ്റിംഗ് ഫാദർ ഒന്നേ ഉള്ളൂ, അത് എറ്റേണൽ ഗോഡാണ്. എറ്റേണൽ ദൈവമാണ് എവർലാസ്റ്റിംഗ് ഫാദർ. എന്ന് വെച്ചാൽ ആദിയോ അന്തോ ഇല്ലാത്ത ദൈവമാണ് എവർലാസ്റ്റിംഗ് ഫാദർ. ആ അർത്ഥത്തിൽ യെശയ്യാവിന്റെ പ്രവചനം പറയുന്നു അവൻ നിത്യം പിതാവാണ്. അതായത് ഉൽപ്പത്തി മുതൽ അല്ലെങ്കിൽ പൂർവ്വ നിത്യത മുതൽ അനന്ത നിത്യത വരെ മനുഷ്യ സൃഷ്ടിയോട് അവസാനം പൂർത്തിയാകുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും സംബന്ധിച്ച് മനുഷ്യന്റെ സമയത്തിന്റെ കാലക്രമത്തിൽ അവൻ ഈ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ അതിന്റെ കൺസ്യൂമേഷൻ പീരീഡ് വരെയും അവൻ എവർലാസ്റ്റിംഗ് ഫാദർ ആണ്. എന്നാൽ സൃഷ്ടിയുമായിട്ടുള്ള ബന്ധത്തിലല്ലാതെ ദൈവം എന്നുള്ള നിലയിൽ അവൻ പൂർവ്വ നിത്യത മുതൽ അനന്ത നിത്യത വരെയും ദൈവമാണ്. എന്നാൽ യെശയ്യാവ് 7:14 കോണ്ടക്സ്റ്റിൽ പറയുന്നത് അവൻ ഇമ്മാനുവൽ അഥവാ ദൈവം നമ്മോട് കൂടെ എന്ന്. വെളിപ്പാട് പുസ്തകത്തിലാണ് നമ്മൾ അത് കാണുന്നത്. അന്നാളിൽ താൻ ദൈവമായി അവരോട് കൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണുനീർ തുടച്ചു മാറ്റും. അപ്പോൾ ഏദൻ പർദീസ മുതൽ മനുഷ്യനോടൊപ്പം കൂട്ടായ്മ ചെയ്തിരുന്നവൻ മനുഷ്യന്റെ വീഴ്ച സംഭവിച്ച നാൾ മുതൽ മനുഷ്യന്റെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പ് ആയ പുത്രത്വം ലഭിക്കുന്നത് വരെയും ഇമ്മാനുവലായിട്ട് മനുഷ്യരുടെ കൂടെ ഇരിക്കാൻ കഴിയില്ല. അവൻ ഇമ്മാനുവൽ ആകാൻ പോകുന്നത് പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും. അപ്പം ഇത്തരം വൈവിധ്യമാർന്ന അനവധി മിനിസ്ട്രികൾ ഉള്ള ഒരു വ്യക്തി എന്ന് അവകാശപ്പെടാൻ കഴിയുന്നത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അവൻ ജഡത്തിൽ വെളിപ്പെട്ട യഹോവയായ ദൈവം തന്നെയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ ഇവിടെ 9:6 പറയപ്പെട്ടിരിക്കുന്ന ഈ തിരുവെഴുത്തിന് ലോകത്തിൽ ഒരുപക്ഷെ പഴയ നിയമത്തിൽ ഏറ്റവും അധികം ലോകത്ത് പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പഴയ നിയമ തിരുവെഴുത്ത് ഏതാന്ന് ചോദിച്ചാൽ യെശയ്യാ 9:6 എന്ന് പറയേണ്ടി വരും. എന്നാൽ യെശയ്യാ 9:6 ജനിക്കുന്ന ശിശു യേശുക്രിസ്തുവാണെന്നും ആ യേശുക്രിസ്തുവിന് ഇത്രയധികം അട്രിബ്യൂട്ട്സ് ഉണ്ടെന്നും ഇത്രയധികം മിനിസ്ട്രികൾ ഉണ്ടെന്നും നിഷേധിക്കുകയും തള്ളിക്കളയുകയും ചെയ്യേണ്ടത് JW അല്ലെങ്കിൽ യഹോവ സാക്ഷികളുടെ ആവശ്യമാണ്. അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർക്ക് യേശുക്രിസ്തുവിനെ കേവലം ഒരു മനുഷ്യനാക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് അവരുടെ വികലമായ ചിന്തയിൽ അവര് ഈ വചനത്തിനും കാര്യമായ പരുക്കുകൾ കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പം യേശുക്രിസ്തു എന്ന ദൈവത്തിന്റെ പ്രത്യക്ഷത എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. അവൻ മഹാദൈവമാണെന്ന് തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ മഹാദൈവമായും നിത്യപിതാവായും വീരനായ മൈറ്റി ഗോഡായും എവർലാസ്റ്റിംഗ് ഫാദറായും ഇമ്മാനുവലായും ഇരിക്കുന്ന ഇവിടെ പറയുന്ന ഈ ശിശു കാലസമയ ഭേദങ്ങളില്ലാത്ത അദൃശ്യനായ ദൈവത്തിന്റെ വിവിധ കാലഘട്ടങ്ങളിലുള്ള മനുഷ്യരോടുള്ള ബന്ധത്തിലുള്ള വെളിപ്പാടുകളാണ് എന്നുള്ള കാര്യം കേവല ബുദ്ധി ഉപയോഗിച്ച് ഒരു മിനിമം കോമൺ സെൻസ് ഉപയോഗിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇവർക്ക് ദേ ആർ ബിയോണ്ട് കോമൺ സെൻസ്. അവർ കോമൺ സെൻസിനും അപ്പുറത്തേക്ക് പോയിട്ട് ഈ കാര്യങ്ങളെ വളച്ചൊടിക്കുക വഴി അവരൊരു പാഷാണ്ഡത അല്ലെങ്കിൽ വചനത്തിന് വിരുദ്ധമായ ഒരു ഉപദേശം സ്ഥാപിച്ചുകൊണ്ട് അവർ പോകുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ ഒരു കൂട്ടത്തെ തുറന്നു കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ വേദഭാഗങ്ങൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന ഈ യെശയ്യാ 9:6 ശിശു കർത്താവായ യേശുക്രിസ്തുവാണ്. അവിടെ നൽകപ്പെട്ടത് കർത്താവായ യേശുക്രിസ്തുവാണ്. അവനാണ് വീരനായ ദൈവമായി മനുഷ്യവർഗത്തെ ഭരിക്കുന്ന ദൈവം. അവനാണ് എവർലാസ്റ്റിംഗ് ഫാദർ. അവനാണ് സമാധാനത്തിന്റെ പ്രഭു. ഹല്ലേലൂയ. അവന്റെ ആധിപത്യത്തിന് അന്ത്യമുണ്ടാകത്തില്ല എന്ന് എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ. അടുത്തത് ഞാൻ സൈമൺ ബ്രദറിനോടാണ് ചോദിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ കാണേണ്ടത്, കർത്താവ് ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ പറയുന്നുണ്ട് ആരെയും പിതാവെന്ന് വിളിക്കരുതെന്ന്. എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിൽ ഉള്ള പിതാവല്ലാതെ വേറെ ആരെയും പിതാവെന്ന് വിളിക്കരുതെന്ന് പറയുന്നു.
യെശയ്യാവിന്റെ 9 നമ്മൾ കാണുമ്പോൾ 1 പത്രോസ് അതിന്റെ 1:10-11 പറയുന്നു, സകല പ്രവാചകന്മാരിൽ കൂടെ സംസാരിച്ചത് ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെയാണ്. ഇപ്പൊ ഇവിടെ ക്രിസ്തു തന്നെയാണ് പറയുന്നത്, അവൻ, അതായത് ഈ ജനിക്കുവാൻ പോകുന്ന മകൻ പിന്നെ എവർലാസ്റ്റിംഗ് ഫാദർ എന്ന് വിളിക്കപ്പെടുമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ ഭൂമിയിലുള്ളപ്പോൾ ക്രിസ്തുവിൽ കൂടെ സംസാരിക്കുന്നു, ആരെയും പിതാവെന്ന് വിളിക്കരുത്, സ്വർഗത്തിലുള്ള പിതാവിനെ ഒഴിച്ച് ആരെയും പിതാവെന്ന് വിളിക്കരുതെന്ന് പറയുന്നു. ഇവിടെ ക്രിസ്തുവിന്റെ ആത്മാവ് പറയുന്നു അവൻ എന്നേക്കും പിതാവാണ്. അവൻ സമയം പരിധിയില്ലാതെ സമയത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെയും എന്നേക്കും അവൻ പിതാവാണെന്ന് പറയുന്നു. അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്. ഈ ഒരു വചനം ഐസയ 9:6 മുതലുള്ള 6 to 7 നമ്മൾ കുറച്ച് കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് വായിക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഫോർ അൺടു അസ് എ ചൈൽഡ് ഈസ് ബോൺ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ചൈൽഡിനെ പറ്റിയാ പറയുന്നത്. ആരായി ചൈൽഡ്, ആരായി സൺ എന്നുള്ള കാര്യം അത് ഓൾഡ് ടെസ്റ്റ്മെന്റിനകത്ത് ജീസസിനെ പറ്റി തന്നെയാണോ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ക്ലിയർ ആക്കുന്നത് നമ്മൾ എവിടെ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത വേർഷനകത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ദാവീദിന്റെ ത്രോണിലായിരിക്കാൻ പോകുന്നത് ആൻഡ് അപ്പോൺ ഹിസ് കിങ്ഡം. അപ്പം ദാവീദിന്റെ വംശത്തിൽ വന്ന ഒരു പുത്രനായിരിക്കണം. അതുകൊണ്ടാണ് യേശുവിനെ ദാവീദ് പുത്ര എന്ന് വിളിക്കാനുള്ള കാരണവും ഇത് തന്നെയാണ് ബൈബിളിനകത്ത്. അല്ലാതെ ദാവീദുമായിട്ട് ജീസസിന് ഒരു ബന്ധം ഇല്ല. മേരിയുടെ ത്രൂ ഉള്ള ബന്ധം നമുക്ക് പറയാം, ദാവീദിന്റെ വംശത്തിൽ നിന്നുള്ള കാര്യം പറയാം. പക്ഷെ എന്നാലും ദാവീദ് പുത്ര എന്ന് വിളിക്കുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം പരിശുദ്ധാത്മാവ് മുഖാന്തരമാണ് ഈ പുത്രൻ ജനിക്കപ്പെടുന്നത്. അപ്പൊ ഈ പുത്രൻ ആണോ നിത്യപിതാവ് എന്നുള്ള ആ ചോദ്യം നമുക്ക് ഇനി ചിന്തിക്കാനുള്ളത്. എന്ന് പറഞ്ഞാൽ പുത്രനാണോ നിത്യപിതാവ്? ദൈവം മനുഷ്യനുമല്ല മനുഷ്യപുത്രനും അല്ലെന്ന് പറയുമ്പോഴത്തേക്ക് എന്തായാലും ആ പുത്രൻ എന്ന് പറയുന്നത് ആ ജഡത്തിനെയാണ് ഇത് ചെയ്യുന്നത്. ആ ജഡം ആണോ ദൈവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അങ്ങനെയാണെങ്കിൽ മേരി ദൈവത്തിന്റെ മാതാവായി തീരും. ഓക്കെ, അപ്പം അവിടാണ് നമുക്ക് ഇതിനകത്ത് ക്ലിയർലി ഹൈലൈറ്റ് ചെയ്ത പോലെ ആ റെഡിനകത്ത് ഹിസ് നെയിം ഷാൽ ബി കോൾഡ്. അപ്പൊ ആ നാമമാണ്. അപ്പം നമ്മൾ ഹിബ്രൂസ് വായിക്കുമ്പോൾ ഹിബ്രൂസ് 1:5 നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് പറയുന്നതിന് ഹി ഗോട്ട് ഇൻഹെറിറ്റഡ് എക്സലന്റ് നെയിം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇൻഹെറിറ്റൻസ് കിട്ടുന്ന എവിടെ? പിതാവിനെ കിട്ടുന്നത്. അങ്ങനെ തന്നെ യേശു എന്താ പറഞ്ഞത്? ഐ കെയിം ഇൻ മൈ ഫാദേഴ്സ് നെയിം. അപ്പം ഫാദറിന്റെ നെയിമിലാണ് യേശു വന്നത്. ഫാദർ പ്രൊട്ടക്ട് ദം ബൈ ദ പവർ ഓഫ് യുവർ നെയിം, ദ നെയിം ദാറ്റ് യു ഗേവ് മീ. അപ്പം അവിടെയും നമുക്ക് മനസ്സിലാവുന്നത് ആ നാമം. അതുകൊണ്ട് ആ ഇമ്മാനുവേൽ എന്ന് പറഞ്ഞതിന്റെ ഇത് തന്നെ ഗോഡ് വിത്ത് അസ്. അപ്പം ദൈവം നമ്മളുടെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ആ ജഡമല്ല ദൈവം, ആത്മാവായ ദൈവം ആ ജഡം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആലയാണ്. ആ ആലയത്തിനകത്ത് വസിച്ചത് ദൈവത്തിന്റെ ആത്മാവാണ്. ആത്മാവിനാണ് പേരുള്ളത്. ഇപ്പൊ നമ്മൾ തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുവാണെങ്കിൽ നമ്മൾ ഇപ്പം ജീവനോടിരിക്കുമ്പോൾ മാത്രമാണ് നമുക്കൊരു പേരുള്ളത്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പേരല്ല ഡെഡ് ബോഡി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ പേര് ആത്മാവിനെ ആ പേരിൽ വിളിക്കുന്നത്. അപ്പൊ ആ ആത്മാവിന്റെ പേരായിരുന്നു ജീസസ് എന്ന് പറയുന്നത്. ഇമ്മാനുവൽ എന്ന് പറഞ്ഞാൽ ഗോഡ് വിത്ത് അസ്. യശുവ എന്ന് പറഞ്ഞാൽ ബിക്കം അവർ ഷുവ, യഹോവ നമ്മളുടെ രക്ഷകൻ എന്നുള്ള കാര്യത്തിൽ അതിനെ ഹീബ്രുവിൽ യൂസ് ചെയ്യുന്നതായി യശുവ. അതിനെയാണ് ഗ്രീക്കിനകത്ത് ഈസൂസും പിന്നെ ഇംഗ്ലീഷിനകത്ത് ജീസസും ആയി തരുന്നത്. അപ്പം നമുക്ക് പിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആത്മാവായ ദൈവം തന്നെയാണ് ആ ജഡത്തിൽ വസിച്ചുകൊണ്ട് ഇത് ചെയ്ത്. അതുകൊണ്ടാണ് ഹിസ് നെയിം വിൽ ബി എവർലാസ്റ്റിംഗ് ഫാദർ എന്ന് പറയുന്നത്. ആ പുത്രൻ ആ ജഡത്തെ അല്ല എവർലാസ്റ്റിംഗ് ഫാദർ പറഞ്ഞ ആത്മാവായ ദൈവത്തെ തന്നെ. നമുക്ക് ഒരു പിതാവേ ഉള്ളൂ. ആ പിതാവ് ദൈവമാണ്. ആ ദൈവം തന്നെയാണ് ആ ജഡത്തിൽ വസിച്ചത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവന്റെ വേലകൾ ചെയ്യുന്നത്. അപ്പം പിതാവ് വസിച്ചത് എവിടാ? യേശു ക്രിസ്തുവിനകത്ത് തന്നെയാണ്. ആ ശരീരം എന്തുവാ? ദൈവത്തിന്റെ ആലയാണ്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ് ഒന്നേ ഉള്ളൂ. ആ പിതാവ് നമ്മളുടെ ദൈവമാണ്. ആ ദൈവമായ പിതാവ് തന്നെയാണ് ജഡത്തിൽ വസിച്ചുകൊണ്ട് ഈ സാൽവേഷന്റെ വർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, താങ്ക് യു ബ്രദർ സജി.
അടുത്തത് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന 2 വാക്യങ്ങളാണ്. എന്താ വെച്ചാൽ തിമോത്തിയുടെ പുസ്തകത്തിനകത്ത് ഉണ്ടോണ്ട് ഈ 2 വാക്യങ്ങളോട് ഒരുമിച്ച് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ആദ്യത്തേതിനകത്ത് ആദ്യം പറയുന്നത് ദൈവസഭയെ പറ്റി പറയുന്നു, ദൈവ ആലയത്തിനെ പറ്റി പറയുന്നു, പിന്നെ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇവര് പറയുന്നത് പുത്രൻ വെളിപ്പെട്ടു എന്ന്. അവിടെ പുത്രന്റെ സഭയെ പറ്റിയല്ല പറയുന്നത്, അവിടെ ദൈവത്തിന്റെ സഭയെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റേഴ്സ് അവിടെ വന്നപ്പോൾ ആ ഒരു വചനം തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തത് അവർ നമ്മുടെ കിങ് ജെയിംസ് വെർഷനകത്ത് നേരെ ഗോഡ് വാസ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ് എന്ന് അവര് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പോൾ ദൈവം ജഡത്തിൽ പ്രത്യക്ഷനായി, വചനം ദൈവമായിരുന്നു, വചനം ജഡത്തിൽ പ്രത്യക്ഷനായി. പിന്നെ നമ്മൾ കാണുന്നു അടുത്ത ഞാൻ നോക്കുന്നത് 1 തീമോത്തിയോസിന്റെ 6-ാമത്തെ അധ്യായത്തിൽ 13 മുതൽ 16 വരെ വാക്യം ആണ് നോക്കുന്നത്. അവിടെ ഏകാധിപതിയായ രാജാതി രാജാവ്. അപ്പൊ ഏകാധിപതിയായ രാജാതി രാജാവ് എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ വേറെ ഒരു രാജാവില്ല, ആ രാജാവിന്റെ മുകളിൽ ഒരു രാജാവും ഇല്ല. അവനാണ് ഏറ്റവും മുകളിലുള്ള വെളിച്ചത്തിൽ വസിക്കുന്നവൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ 2 വാക്യങ്ങളും കൂടെ ഒന്ന് ചേർത്ത് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നതെന്നും അബ്രഹാം കുട്ടി പാസ്റ്റർ ഇനി സംസാരിക്കുന്നതായിരിക്കും. ഇവിടെ but if I tarry long that thou mayest know how oughtest to behave in the church house of God, which is the church of the living God. തീർച്ചയായിട്ടും പഴയ നിയമ സഭയെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തു പറയുണ്ടായി, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ സഭ മാത്യു 16:8 പറയുന്നുണ്ട്, പത്രോസോട് പറയുന്നതാണ്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. അത് ഫ്യൂച്ചർ ടെൻസിൽ പറഞ്ഞപ്പോൾ ആ സഭ അതിന്റെ അടിസ്ഥാനം അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും യേശുക്രിസ്തു അതിന്റെ മൂലക്കല്ലായിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ നിയമവ്യവസ്ഥയിൽ വരുമ്പോൾ അവന്റെ രക്തം കൊടുത്ത് പർച്ചേസ് ചെയ്ത ഒരു സഭയുടെ അടിസ്ഥാനമാണ് പെന്തക്കോസ്ത് ദിവസം അപ്പോസ്തലന്മാരാൽ യേശുക്രിസ്തു ഭൂമിയിൽ അടിസ്ഥാനപ്പെട്ട സഭ. അത് പുതിയ നിയമത്തിലെ വ്യവസ്ഥയിൽ വരുമ്പോൾ അത് രക്തത്താൽ പർച്ചേസ് ചെയ്ത സഭയാണ്. അതാണ് ദൈവത്തിന്റെ പ്ലാനും പർപ്പസിലും എറ്റേണിറ്റിയിൽ അവൻ ചിന്തിച്ച വിഷയമാണ്. ഒരു സഭയെ രക്തം കൊടുത്തു വിലയ്ക്ക് വാങ്ങണം. അതാണ് പുതിയ നിയമത്തിൽ കാണുന്ന ആ സഭ. ആ സഭയിലേക്ക് ഒരുവൻ വരണമെങ്കിൽ അവൻ പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം, മാനസാന്തരപ്പെടണം, പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ അവരെ ദൈവത്തിന്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ഇവിടെ 1 തിമോത്തി 3:16 എന്ന് പറയുന്നു, ആൻഡ് വിതൗട്ട് കോൺട്രവേഴ്സി ഗ്രേസ് ഈസ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്, ഗോഡ് വാസ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്. തീർച്ചയായിട്ടും ഈ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ളതാണ് മിസ്റ്ററി. അല്ലാതെ JW മിസ്റ്ററി അല്ല, തൃത്വം മിസ്റ്ററി അല്ല. മിസ്റ്ററി എന്താന്ന് ചോദിച്ചാല് God was manifested in the flesh, justified in the spirit, seen of angels, preached unto Gentiles, believed in the world, received up to glory. ഇതെല്ലാം മനുഷ്യരാശിയെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടി യേശുക്രിസ്തു ബേത്ലഹേമിൽ ജനിച്ചതിന് ശേഷം നിവർത്തിക്കപ്പെട്ട കാര്യങ്ങളാണ്. യേശുക്രിസ്തുവിൽ കൂടെ ഏതാണ്? ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതിരിക്കപ്പെട്ടു,
ദൂതന്മാരെ പ്രത്യക്ഷനായി. പ്രീച്ച് അൺടു ജെന്റൈൽസ്, യേശു ക്രിസ്തു എല്ലാവരോടും സുവിശേഷം പറഞ്ഞു. ബിലീവ്ഡ് ഓൺ ഇൻ ദ വേൾഡ്, ലോകത്തിൽ അവൻ വിശ്വസിക്കപ്പെട്ടു. റിസീവ്ഡ് അപ്പ് ഇൻ ടു ഗ്ലോറി, അവൻ മഹത്വത്തിൽ എടുക്കപ്പെട്ടു. ഇതാണ് മിസ്റ്ററി. ഈ മിസ്റ്ററിയാണ് ഈ ലോകത്തിലുള്ള കത്തോലിക്ക മുതൽ പെന്തക്കോസ്റ്റ് വരെയുള്ള അവര് ഏകസത്യ ദൈവത്തെ രണ്ടും മൂന്നുമാക്കി വിഭജിച്ച് കട്ട് ചെയ്ത് ജനങ്ങളുടെ ഉള്ളിലേക്ക് ദൈവം തൃത്വമാണ്, ത്രിയേകനാണ്, തൃത്വത്തിൽ ഒന്നാമനാണ്, രണ്ടാമനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫോൾസ് ആയിട്ടുള്ള കൾട്ടായിട്ടുള്ള ഉപദേശങ്ങൾ അവർ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്തു പറയുന്നു? I give thee charge in the sight of God who quickened all things, and before Christ, before Pontius Pilate, witness a good confession, that thou keep his commandment without spot, unrebukable until the appearing of our Lord Jesus Christ. അതുകൊണ്ട് അപ്പോസ്തലന്മാരാൽ പ്രസംഗിക്കപ്പെട്ട സാക്ഷ്യം, ഉപദേശം, യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെയും കാത്തുകൊള്ളണം. ആ യേശു ക്രിസ്തു ആരാണ്? Who is a blessed and only potentate, the King of kings and Lord of lords. അവൻ രാജാക്കന്മാരുടെ രാജാവാണ്, പ്രഭുക്കന്മാരുടെ പ്രഭുവാണ്. ഈ ലോകത്തിൽ ഏതൊക്കെ രാജാക്കന്മാർ വന്നിട്ടുണ്ടോ, പോയിട്ടുണ്ടോ, ഇപ്പോൾ ഭരിക്കുന്നുണ്ടോ? ഇപ്പോൾ രാജാക്കന്മാരില്ല, കിങ് ഡൈനാസ്റ്റി പോയി. ഇപ്പോൾ പ്രൈം മിനിസ്റ്റേഴ്സ്, പ്രസിഡന്റ്സ് ആണ് ലോകത്തെ ഭരിക്കുന്നത്. പക്ഷേ ബൈബിളിൽ പറയുന്നു, who is the blessed and only potentate, the King of kings and Lord of lords, who only hath immortality. അവൻ മാത്രമാണ് അമർത്യതയുള്ളവൻ. dwelling in the light which no man can approach. ആർക്കും അടുത്തുകൂടാത്ത പ്രകാശത്തിൽ, വെളിച്ചത്തിൽ വസിക്കുന്നതാണ് ദൈവം. ആ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, കാണാൻ സാധിക്കത്തുമില്ല. അവനാണ് എന്നത്തേക്കും മഹത്വവും മാനവും കൊടുക്കേണ്ടതെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവം എന്ന് പറയുമ്പോൾ God is a spirit. ഇവിടെ വായിച്ചതുപോലെ മില്യൺസ് ആൻഡ് ട്രില്യൺസ് ആൻഡ് സില്യൺസ് ഓഫ് ലൈറ്റിൽ ആയിരിക്കുന്ന ആ തേജസ് ഒരിക്കലും ദൈവത്തെ കാണാൻ സാധ്യമല്ല. എന്നാൽ ദൈവത്തെ ഒരുവന് കാണണമെങ്കിൽ അവൻ നോക്കേണ്ടത് യേശു ക്രിസ്തുവിലാകുന്നു. എന്തുകൊണ്ടെന്നാൽ നേരത്തെ പക്ഷെ ജോസഫീസ് പറഞ്ഞ പോലെ അവൻ തന്നെ, കർത്താവ് തന്നെ ഒരടയാളം കാണിച്ചു തന്നു. അതാണ് ഇമ്മാനുയേൽ. ഇമ്മാനു മീൻസ് നമ്മോട് കൂടെ. എൽ എന്ന് പറയുമ്പോൾ ഗോഡ്, ഗോഡ് വിത്ത് us. അതാണ് യേശു ക്രിസ്തു. ഈ സത്യം എത്രത്തോളം ലോകത്തിന് മറവായിരിക്കുന്നോ ആ സമയം വരെയും അവർ സാത്താന്റെ സ്പിരിറ്റിന്റെ ഉള്ളിലായിരിക്കും. അവർക്ക് രക്ഷപ്പെടാൻ, അവർക്ക് വെളിയിൽ വരാൻ പറ്റുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവിടെ ബേസ് വിശ്വാസം തന്നെ ബൈബിളിലായിരിക്കുന്നത്. ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ഏകസത്യ ദൈവത്തിലുള്ള ഒരു വിശ്വാസം, ഫൗണ്ടേഷൻ ഇല്ല എങ്കിൽ അവന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുകയില്ല. അവൻ എപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും. പിതാവേ, പുത്ര, പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മൂന്ന് വ്യക്തികളായിട്ടോ അല്ലെങ്കിൽ മൂന്ന് ദൈവങ്ങളായിട്ടോ ഒക്കെ കണക്കാക്കുന്ന ആ ഡോക്ട്രിൻസ് ആണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഒരേ ഒരു ദൈവം, ഉൽപ്പത്തി മുതൽ മലാക്കി വരെ പറയുന്നതായ യഹോവ, യാവേ, അഡോണൈ എന്ന് പറയുന്ന ഇസ്രായേൽ ജനത്തിന് വെളിപ്പെട്ട ദൈവം, ആ ദൈവമാണ് യഹോശുവ, യഹോവ സേവ്യറായിട്ട് നമുക്കുള്ളത്. അത് കർത്താവായ യേശു ക്രിസ്തു ആണ്. ഇതിന് വിപരീതമായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അന്ധരാണ്, ആത്മീയ അന്ധന്മാരാകുന്നു. അവർക്കൊരിക്കലും ഏകസത്യ വിശ്വാസത്തിലേക്ക് വരുവാൻ സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ ആദ്യത്തെ ബേസ് വിശ്വാസമായിരിക്കണം. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. അതായത് ആദിയിൽ ദൈവം, ആ ദൈവം ഏകനാഥ് വിശ്വസിച്ചു കഴിയുമ്പോൾ ദൈവം അകക്കണ്ണുകളെ തുറന്ന് പരിശുദ്ധാത്മാവിനെ തന്ന് ബൈബിൾ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമുക്കുണ്ടാകും, സാധിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല. എന്നാൽ JC NDSD കൂടെ നമ്മൾ പ്രസ്താവിക്കുന്ന വചനങ്ങൾ
ഏക സത്യ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം പൗലോസിന് ലഭിച്ച പോലെ നമുക്ക് ലഭിച്ചു. പൗലോസിന് മനസ്സിലായി അവനെ വിളിച്ച ദൈവം, നീ ഉപദ്രവിക്കുന്ന യേശു ആന്ന് കേട്ട ശബ്ദം മനസ്സിലായി. അവൻ വളരെ ഫെർവൻ്റായിട്ട് വളരെ ഉത്സാഹത്തോടുകൂടി ശിഷ്യനോടുകൂടും പ്രമാണിക്കുകയും ഫോളോ ചെയ്ത യഹോവയാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് അനന്യാസ് പൗലോസിനോട് പറഞ്ഞത്, നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് നിന്നെ വിളിച്ചത്. അവിടെ പിതാക്കന്മാരുടെ ദൈവം അവനാണ്. അബ്രഹാമിന്റെ, ഇസാക്കിന്റെയും യാക്കോബിന്റെയും 12 ഗോത്രക്കാരുടെ ദൈവം ആരാണ്? യഹോവയായ ദൈവം. അനന്യാസ് പറഞ്ഞു, നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് നിന്നെ വിളിച്ചത്, അത് യേശു ക്രിസ്തു ആണെന്ന് പൗലോസിന് മനസ്സിലായതുകൊണ്ട് പൗലോസ് പറയാണ്, ചിലർക്ക് ദൈവത്തെ കുറിച്ച് പരിജ്ഞാനമില്ല. അപ്പോൾ തീർച്ചയായിട്ടും പൗലോസിന് ദൈവമാരാണെന്ന് പരിജ്ഞാനം ഉണ്ടായി. ആ പരിജ്ഞാനം കൃപയാൽ ദേശീയ നമുക്കും ലഭിച്ചിരിക്കുന്നു. ഒരേ ഒരു ദൈവം, പഴയ നിയമത്തിലെ യഹോവ, പുതിയ നിയമത്തിലെ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ. അടുത്തത് ഞാൻ പാസ്റ്റർ ജോസിനോടാണ് ഈ വചനങ്ങളെ ഉദ്ധരിച്ച് സംസാരിക്കുവാൻ ക്ഷണിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ മുമ്പേ നമ്മൾ എടുത്ത ഒരു വാക്യം അവര് വ്യത്യാസപ്പെടുത്തിയപ്പോൾ അവര് പറയുന്നുണ്ടായിരുന്നു പിതാവും യേശുവും പ്രത്യക്ഷപ്പെടും എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ അവരുടെ ബൈബിളിനകത്ത് എഴുതിയേക്കുന്ന ഒരേ ഒരുവൻ മാത്രമേ ഉള്ളൂ ഇനി പ്രത്യക്ഷപ്പെടാനുള്ളത്. ആരും കാണാത്തവൻ അവൻ തന്നെയാണ് ഇനിയിപ്പം പ്രത്യക്ഷത വരുത്തുവാൻ പോകുന്നത്. അപ്പം ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറയുകയും എന്നിട്ട് ഇവിടെ നമ്മൾ കാണുന്നു ദൈവഭക്തിയുടെ മർമ്മമാണ് അവിടെ പറയുന്നത്. അദ്ദേഹം ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ തൃത്തക്കാരുടെ മാതിരി തന്നെ പുത്രൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് മാത്രം അവർ വിശ്വസിക്കുകയും പിന്നെ തിരിച്ചു വരുന്നവനെ പറ്റി പറയുമ്പോൾ അവൻ ഏകാധിപതിയും ശ്രേഷ്ഠാധിപതി എന്നൊക്കെ പറയുന്നതും അതൊക്കെ എല്ലാം വിപരീത കാര്യങ്ങളാണ്. അതിനെ ഉദ്ധരിച്ച് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ ദാസനെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇവിടെ തിമോത്തിക്ക് എഴുതിയ ലേഖനം 3:6-15-16 വാക്യങ്ങളിലേക്ക് വന്നപ്പോൾ അവര് മുൻ അധ്യായങ്ങളിലും മുൻപുള്ള പുസ്തകങ്ങളിലും കാട്ടിയ അത്രത്തോളം കൃത്രിമം അവിടെ ഇല്ലാതെ പോയി. എന്നിരുന്നാൽ തന്നെയും അവർ ചില കാര്യങ്ങൾ അവിടെ ഒറ്റ വാക്കിൽ പറയുന്നത് മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 1 തിമോത്തി അതിന്റെ 6:16 നമുക്കൊന്ന് വായിക്കുമ്പോൾ അതിൽ എങ്ങനെയാണ്, ഒരാളെ കുറിച്ചാണ് അവിടെ പറയുന്നത്, ധന്യനായ ഏകാധിപതി. അതായത് സോറി 1 മിനിറ്റ്. (6:16) അല്ലേ അത്? 6:15 ഓക്കെ. അവിടെ ഇങ്ങനെ വായിക്കും, ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്തിയതുള്ളവനും എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുക. അവിടെ ഒരാൾക്കും ബൈബിള് മലയാളം വായിക്കുന്ന ഒരു വ്യക്തിക്കും അത് 3 വ്യക്തികളാണെന്നോ ഒന്നിൽ കൂടുതൽ ആളുണ്ടെന്നോ സ്ഥാപിക്കാൻ കഴിയില്ല. കാരണം അവിടെ പറഞ്ഞിരിക്കുന്ന ഒരാളുടെ പദവികളെ കുറിച്ച് ഒരാള് അവൻ ഏക അധിപതിയാണ്. അപ്പൊ ഒരേ ഒരു റൂളറാണ്, ഒരേ ഒരു ഭരണകർത്താവാണ്. മാത്രമല്ല അവൻ രാജാതി രാജാവുമാണ്. ഈ ഭരണകർത്താവ് തന്നെ ഹീസ് ദ കിങ് ഓഫ് ദ കിങ്സ് ആണ്. അതായത് ഭൂമിയിലുള്ള സകല രാജാക്കന്മാരുടെ രാജാവാണ്. മാത്രമല്ല ഹീസ് ദ ലോർഡ് ഓഫ് ദ ലോർഡ്സ് ആണ്. അപ്പം രാജാക്കന്മാരുടെ രാജാവാണ്, ദൈവം കർത്താക്കന്മാരുടെ കർത്താവാണ്. അവൻ ധന്യനായ ഒരേ ഒരു അധികാരിയാണ്. അങ്ങനെ എഴുതിയിട്ട് അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സംവിധാനത്തെ കൊണ്ട് അവർക്കൊരിക്കലും യേശു ക്രിസ്തുവിനെ കേവലം മനുഷ്യനാക്കാൻ കഴിയില്ല. എന്നാൽ നമ്മൾ കഴിഞ്ഞ 5 എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടപ്പോൾ അനേക വചനങ്ങളിൽ അവരെ യേശു ക്രിസ്തുവിനെ വളരെ ചെറുതാക്കിയെങ്കിൽ
ഇവിടെ അവർക്ക് ചെറുതാക്കാൻ കഴിയത്തില്ല. കാരണം അവർക്ക് ഒരു സ്പേസ് പോലും അവിടെ ഇല്ല. അതായത് ഒരു കോമ പോലും ഇല്ലാതെയാണ് ആ ഒരു സെന്റൻസ് അങ്ങോട്ട് കർത്താവിന്റെ ദാസൻ അപ്പോസ്തലനായ പൗലോസ് എഴുതി വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഒരു പരമാവധി ശ്രമിച്ചാൽ അവർക്ക് പറ്റാത്ത രീതിയിലുള്ള ഒരു കോണ്ടെക്സ്റ്റ് ആണ് ആക്ച്വലി ബൈബിളിൽ ഉള്ളത്. എന്നാൽ അവരതിനെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 6:13 മുതൽ വായിക്കുമ്പോൾ നമ്മള് ഇവിടെ 14 നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വെളിപ്പെടൽ വരെ കൽപ്പന കുറ്റമറ്റ രീതിയിലും ആക്ഷേപത്തിന് ഇടകൊടുക്കാത്ത വിധത്തിലും അനുസരിക്കണം. സന്തോഷമുള്ള ആ ഒരേ ഒരു ശ്രേഷ്ഠാധിപതി ധന്യനായ എന്നുള്ളിടത്താണ് സന്തോഷമുള്ള എന്ന് എഴുതിയേക്കുന്നത്. ശ്രേഷ്ഠാധിപതി നിശ്ചയിച്ച സമയത്ത് വെളിപ്പെടും. അദ്ദേഹം രാജാക്കന്മാരുടെ നമുക്ക് അതിനിടയ്ക്ക് 1-2 കാര്യങ്ങൾ കൊണ്ടുവന്നുണ്ടോ. ആ വെളിപ്പെടും എന്ന് പറഞ്ഞ ശേഷം അവിടെ ആ ഒരു വാക്ക് 3 പദവികൾ ഒരുമിച്ച് പറഞ്ഞതിന് ശേഷം മാത്രമാണ് അതിന് ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഉള്ളൂ. ഇംഗ്ലീഷില് 6:16 നമ്മൾ വായിക്കുമ്പം അവിടെ നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്, who only have immortality dwelling in the light, which though keep his commandment without spot unrebukable until the appearing of our Lord Jesus Christ, which in his times he shall shew, who is the blessed and only potentate, the King of the kings and the Lord of the lords, who only have immortality dwelling in the light which no man can approach unto, whom no man hath seen nor can see, to whom be honor and power everlasting. Amen. അപ്പോ ഇവിടെ മലയാളത്തിൽ JWയിലേക്ക് വന്നപ്പോൾ അവര് ക്രിസ്തു ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വെളിപ്പെടൽ വരെ ഈ കൽപ്പന കുറ്റമറ്റ രീതിയിലും ആക്ഷേപത്തിന് ഇടകൊടുക്കാത്ത വിധത്തിലും അനുസരിക്കണം. സന്തോഷമുള്ള ആ ഒരേ ഒരു ശ്രേഷ്ഠാധിപതി നിശ്ചയിച്ച സമയത്ത് വെളിപ്പെടും. അദ്ദേഹം രാജാക്കന്മാരുടെ രാജാവും കർത്താക്കന്മാരുടെ കർത്താവും അമർത്തതയുള്ള ഒരേ ഒരുവനും അടുക്കാൻ പറ്റാത്ത വെളിച്ചത്തിൽ കഴിയുന്നവനും മനുഷ്യരാരും കാണാത്തവനും അവർക്ക് ആർക്കും കാണാൻ കഴിയാത്തവനുമാണല്ലോ. അപ്പൊ ഇവിടെ നമ്മള് കുറച്ച് നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചാൽ ഇതിന്റെ ഒടുവിലത്തെ ഭാഗത്ത് നോക്കിയ ട്രാൻസ്ലേഷനിൽ അവർക്ക് കാര്യമായ ഒരു തെറ്റ് വരുത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ മുൻ അധ്യായങ്ങളോ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന കൊളോസ്യ ലേഖനത്തിലേക്കും ഒക്കെ പോകുമ്പോൾ വളരെ ഗൗരവതരമായി യേശുക്രിസ്തുവിനെ കേവലം ഒരു മനുഷ്യനാക്കി ചിത്രീകരിച്ചിട്ട് ഇവിടേക്ക് വരുമ്പോൾ അവനെ കുറിച്ച് പറയുന്നത് മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മള് മലയാളം ബൈബിളിലോ ഇംഗ്ലീഷിലോ കൊടുക്കാത്ത ഒരു വലിയ പദവി കൊടുത്തിട്ടുണ്ട്. അവൻ എന്ന് കൊടുത്തിടത്തെല്ലാം കുറച്ച് റെസ്പെക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഹി എന്ന് പറഞ്ഞിടത്തെല്ലാം അവര് അദ്ദേഹം എന്ന് കൊടുത്തിട്ടുണ്ട്. അവൻ എന്നുള്ള ട്രാൻസ്ലേഷൻ വരുന്ന സ്ഥലങ്ങളെല്ലാം കുറച്ച് ബഹുമാനം കൊടുത്തിട്ടുണ്ട്. ഈ 6:16 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യമായ ഒരു വ്യത്യാസം കാണാൻ കഴിയുന്നില്ല. എന്നാൽ 3:16 വരുമ്പോ അവരെഴുതിക്കുന്ന ദൈവഭക്തിയുടെ മർമ്മം, ദൈവഭക്തിയുടെ പാവന രഹസ്യം ശരിക്കും അതിമഹനീയമാണ്. അദ്ദേഹം ജഡത്തിൽ വെളിപ്പെട്ടു. ആര് ജഡത്തിൽ വെളിപ്പെട്ടു? അദ്ദേഹം, ഏതോ ഒരാൾ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മശരീരത്തിൽ നീതിമാനായി പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോ ഇവിടെ മൂലഭാഷ ആയ ഹീബ്രുവിലോ അല്ലെ ഗ്രീക്കിലോ അതിന്റെ ട്രാൻസ്ലേഷനായ ഇംഗ്ലീഷിലോ ഒന്നും ഇങ്ങനെ ഒരു കാര്യം ഉള്ളതായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. മാത്രമല്ല, എന്നിട്ട് ദൂതന്മാർക്ക് പ്രത്യക്ഷനായി ജനതകൾക്കിടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. അപ്പം യേശുക്രിസ്തു കേവലം ഒരു മനുഷ്യരാണെങ്കിൽ യഹോവ വിറ്റ്നസിനെ സംബന്ധിച്ചിടത്തോളം തേജസ്സിൽ എടുക്കപ്പെടുക എന്നുള്ളത് അസാധ്യമാണ്. അപ്പോ ഇവർ ചെയ്തിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും പരിശോധിച്ചാൽ എവിടെയൊക്കെ ഇവർക്ക് ഗുരുതരമായ വീഴ്ച വരുത്താൻ പറ്റുമോ അവിടെയൊക്കെ അവര് ഇതിനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ദൈവം ഒരാളും യേശു ക്രിസ്തു ഒന്നുകിൽ ആരംഭവും അവസാനമുള്ള മകനായിട്ടോ അല്ലെങ്കിൽ മുഖ്യദൂതനായ മിക്കായേലിന്റെ പ്രത്യക്ഷതയായിട്ടോ അല്ലെങ്കിൽ ഇവിടെ പല സ്ഥലത്തും പറയുന്ന പോലെ അദ്ദേഹമെന്നോ ഉള്ള രീതിയിലോ ഒക്കെ അവർ പരാമർശിച്ചിട്ടുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിലേക്ക് വരുമ്പം അവർക്ക് ഇതിനെ ഒട്ടും ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രമാത്രം കോംപ്ലക്സ് ആയിട്ട് കിടക്കുന്നതാണ്
ഈ തിമോത്തി 3:16 6:16 കാര്യങ്ങളൊക്കെ. ഇവിടെ അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം അവര് അല്പാൽപമായി ചെയ്തിട്ടുണ്ടെങ്കിലും മുൻ അധ്യായങ്ങളും കൊളോസ്സേ പോലുള്ള ലേഖനങ്ങളിൽ അവർ വരുത്തിയിട്ടുള്ള അത്രത്തോളം ഗുരുതരമായ ഒരു വീഴ്ച ഉള്ളതായിട്ട് കാണാൻ കഴിയുന്നില്ല എന്നാണ് എനിക്ക് ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളൊരു കാര്യം, പറയാനുള്ളൊരു കാര്യം. താങ്ക് യു പാസ്റ്റർ. അടുത്തത് ബ്രദർ സൈമണിനോടാണ് ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നു യേശു ഇവിടെ യേശു ജഡത്തിൽ വെളിപ്പെട്ടു, അല്ലെങ്കിൽ ഇവര് പറയുന്നത് പുത്രൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ അവർ കണ്ടു. 1 തിമോത്തിയോസ് 6 പറയുന്നത് അവനെ കാണാൻ സാധിക്കത്തില്ല, ഇനി ആരും കാണാനും ആരും ഇതുവരെ കണ്ടിട്ടുമില്ല, ആർക്കും ഇനി കാണാനും സാധിക്കത്തില്ല. അപ്പൊ എന്തായാലും ഇവിടെ രണ്ടിടത്തും ഇവര് തൃത്തക്കാരായാലും യഹോവ വിറ്റ്നസ് ആയാലും പറയുന്നത് യേശുവിനെ പറ്റിയാണെന്ന് അവർ സമ്മതിക്കും. ഇത് യേശു ക്രിസ്തുവിനെ പറ്റിയാണ് സമ്മതിക്കുന്നത്. ജഡത്തിൽ വെളിപ്പെട്ടത് എന്തായാലും യേശു തന്നെയാണ്, അത് പുത്രനാണെന്ന് പറയും. പക്ഷെ പുത്രനെ അവർ കണ്ടല്ലോ. പിന്നെ യേശു കാണാൻ പറ്റാത്തവനാണ്, ഇനി ഇതുവരെ ഒരു മനുഷ്യൻ കണ്ടിട്ടുമില്ല, ഇനി കാണാത്തവനാണെന്ന് പറയേണ്ട കാര്യം ഇവിടെ ഇല്ല. അപ്പൊ അതെന്താണ് അങ്ങനെ? യേശു ജഡത്തിൽ അവരെല്ലാം കണ്ടല്ലോ. അപ്പം പിന്നെ ഈ പറയുന്ന കാര്യം നോ മാൻ ഹാസ് സീൻ നോർ ക്യാൻ സീ എന്നുള്ള കാര്യം അത് ആ പുത്രനെ പറ്റി അല്ല പറയുന്നത്. അപ്പം പിന്നെ ആരെ പറ്റിയാ പറയുന്നതെന്ന് പറഞ്ഞാൽ ആത്മാവായ ദൈവത്തെ പറ്റിയാ പറയുന്നത്. ആത്മാവായ ദൈവത്തിന്റെ ആത്മാവ് അതിനകത്ത് ശരീരത്തിനകത്ത് വസിക്കുന്നുണ്ട്. പക്ഷെ അത് ജനങ്ങൾക്ക് കാണാൻ ഒക്കൂ? ആർക്കും കാണാൻ ഒക്കത്തില്ല. അപ്പം അന്നാ ദൃശ്യമായ രൂപം എന്തുവാ? ഇപ്പം ദൈവം ആദത്തെ സൃഷ്ടിച്ചപ്പം ഒരു രൂപം ഉണ്ടാക്കി. അബ്രഹാമിന്റെ ഒരു രൂപം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ആ രൂപം ആരുടെ രൂപമായിരുന്നു? അത് ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ദൈവം ആദ്യമേ ദൈവത്തിന് മനുഷ്യനായിട്ടോ അല്ലെങ്കിൽ മാലാഖമാരോ ആയിട്ട് പ്രത്യക്ഷനായി എന്ന് പറഞ്ഞാൽ ക്രിയേഷനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു രൂപം ആവശ്യമായിരുന്നു, അവർക്ക് കാണത്തക്ക ഒരു രൂപം. പക്ഷെ അത് ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണ ഫുൾ ഗ്ലോറി ആയിട്ടുള്ള ഒരു പ്രത്യക്ഷതയാണോ? അല്ല. ദൈവം പരിശുദ്ധനാണ്, നമ്മളെല്ലാവരും പാപികളാണ്. ആ പാപികളായ മനുഷ്യന് ഒരിക്കലും ദൈവത്തിന്റെ അടുത്തോട്ട് എത്താൻ ഒക്കത്തില്ല, അല്ലെങ്കിൽ ദൈവത്തെ കണ്ടിട്ട് നമുക്ക് ജീവനോട് ഇരിക്കാൻ ഒക്കത്തില്ല. മോശയുടെ ഇത് വെച്ച് നമുക്ക് കാണാൻ ഒക്കും. അങ്ങനെ തന്നെ നമുക്ക് വേറെ ഒരു ഇതുണ്ടല്ലോ, ആരായിരുന്നു സാംസന്റെ ഫാദറിന്റെ കാര്യം. പുള്ളിക്കാരന് പേടിയായിരുന്നു. അങ്ങനെ ദൈവത്തെ കണ്ടിട്ട് ഞാൻ ഇനി ജീവനോട് ഇരിക്കും എന്നുള്ള ഒരു പേടിയുള്ള ഒരു വാക്യമുണ്ടല്ലോ നമ്മളുടെ. ആ ഒരു പോർഷനകത്ത് നമ്മൾ മനോഹയുടെ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് ദൈവത്തിന്റെ പ്രത്യക്ഷത, അല്ലെങ്കിൽ ദൈവം കണ്ട്, അബ്രഹാം കണ്ട്, അല്ലെങ്കിൽ പഴയ നിയമത്തിനകത്ത് നമ്മൾ കാണുന്ന എവിടൊക്കെ ലോർഡിന്റെ രീതിയിലുള്ള ലോർഡുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും, അവിടെ എല്ലാം ദൈവത്തിന്റെ പ്രത്യക്ഷതയാണ്. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളുടെ അടുത്ത് ഏത് സ്വരൂപത്തിൽ പ്രത്യക്ഷനാവുന്നു ആ ഒരു ഇതാണ്. പക്ഷെ അത് പൂർണ്ണതയാണോ? അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇത് ഈ പ്രപഞ്ചം മൊത്തം നിറഞ്ഞിരിക്കുന്ന ദൈവം, അത്രയും വിശാലമായ ദൈവത്തെ നമുക്ക് ആ ഒരു ഭൂമിയിലെ ഒരു ഡോട്ടായിട്ടിരിക്കുന്ന നമുക്ക് പൂർണ്ണതയെ കാണാൻ ഒക്കുമെന്ന് ചോദിച്ചാൽ സാധ്യമല്ല. അപ്പം ദൈവം നമുക്ക് കാണത്തക്ക രീതിയിലുള്ള ഒരു രൂപത്തിൽ പ്രത്യക്ഷനാവുന്നു. ആ പ്രത്യക്ഷതയാണ് നമ്മൾ പഴയ നിയമത്തിൽ ക്രിസ്തുവിന്റെ ആത്മാവെന്ന് പറയും. പ്രവാചകന്മാർ ക്രിസ്തുവിന്റെ ആത്മാവുകളോ അല്ലെങ്കിൽ കർത്താവെന്ന് യൂസ് ചെയ്യുന്ന വേർഡ് എല്ലാം യൂസ് ചെയ്തേക്കുന്ന എല്ലാം ആ യേശുവിനെ പറ്റി തന്നെയാണ്. സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ് ആണ്. ആ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ, വചനം തന്നെയാണ് പഴയ നിയമത്തിൽ ഇതായിരിക്കുന്നത്. വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണ ലോർഡ് ഫോം ആണെന്ന് പറയാം. പക്ഷെ ആ ലോർഡ് ഫോം തന്നെയാണ് പിന്നെ ഗ്ലോറിഫൈ ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ തന്നെ ഈ ശരീരത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഈ ശരീരം ഈ ഭൂമിയിൽ നിന്നുണ്ടായതല്ല. ഈ ഒരു പിതാവും ഇല്ല ഈ ഭൂമിയിലെ ആ ഒരു ജഡത്തിന്റെ അവകാശിയായിട്ടുള്ളത്. ദൈവത്തിന്റെ ആത്മാവാലാണ് ആ ജഡം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ തന്നെ ഈ ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യൻ മണ്ണിൽ നിന്നുണ്ടായി മണ്ണിലോട്ട് തന്നെ പോയി. പക്ഷെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഈ ഭൂമിയിൽ നിന്നുണ്ടായതുമല്ല, ഈ ഭൂമിയിൽ ചേർന്നതുമല്ല. ക്രിസ്തുവിന്റെ ശരീരം ഒരിക്കലും ഈ മണ്ണിലോട്ട് ചേർന്നിട്ടില്ല. അപ്പം ആ ശരീരം സ്വർഗീയ ശരീരമാണ്. ആ ശരീരം സ്വർഗീയ ശരീരമായിട്ട് രൂപാന്തരപ്പെടുവാണ്. ആ ശരീരത്തിലാണ് ദൈവത്തിന്റെ
പൂർണ്ണത ഇനി വസിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പം വസിക്കുന്നത് എന്ന് പറയാൻ ഗ്ലോറിഫൈഡ് ആയി. അപ്പം അങ്ങനെ ആ ശരീരമാണ് ഗ്ലോറിഫൈഡ് സ്പിരിച്വൽ ബോഡി. ആ സ്പിരിച്വൽ ബോഡീനെ കാണണമെങ്കിൽ നമ്മൾ യോഹന്നാന്റെ ഇത് കാണുന്നുണ്ട്, റെവലേഷനകത്ത് നമ്മൾ കാണുന്നുണ്ട്, ആദ്യമേ ജഡത്തീന്ന് മരിച്ചിട്ട് നമ്മൾ ആത്മാവായി ആയി കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ നമുക്ക് കാണാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് നോ മാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ജഡത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും ദൈവത്തെ കാണാനൊക്കത്തില്ല. അപ്പൊ നമ്മൾ ഇവിടെ കാണുമ്പോഴത്തേക്ക് നമ്മള് ഒരു ഭയങ്കര പാടുപെട്ടിട്ട് ഹി വാസ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വ്യക്തിയാണ് വന്ന് ജഡത്തിൽ പ്രത്യക്ഷനായെന്നുള്ള കാര്യം കാണിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിങ് ജെയിംസ് വേർഷനകത്തെല്ലാം കാണുന്നതെന്ന് പറഞ്ഞാൽ ഗോഡ് വാസ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ് ആണ്. അപ്പം ഗോഡ് വാസ് മാനിഫെസ്റ്റഡ് ഇൻ ഗോഡ് ബിക്കേം, അല്ലെങ്കിൽ ഗോഡ് ഫ്ലഷ് എന്നല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്, ഗോഡ് മാനിഫെസ്റ്റഡ് എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് ഓഫ് ഗോഡ് റിസൈഡഡ് ഇൻ ദ ഹൗസ് ഓഫ് ഗോഡ്. ഹൗസ് ഓഫ് ഗോഡ് എന്തുവാ? ആ ശരീരമാണ്. ആ ഹൗസ് ഓഫ് ഗോഡ് തന്നെയാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് ദ പില്ലർ ആൻഡ് ദ ഗ്രൗണ്ട് ഓഫ് ദ ട്രൂത്ത്. അങ്ങനെ ദ ഗ്രൗണ്ട് ഓഫ് ദ ട്രൂത്ത്. ഓക്കെ, അപ്പൊ പില്ലർ എന്തുവാ? ആ പില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശയുടെ മുമ്പ് നടന്ന ആ പില്ലറിന്റെ കാര്യമാണ് പറയുന്നത്. ഏത്? പില്ലർ ഓഫ് ക്ലൗഡ്. ഓക്കെ, ആ പില്ലർ ഓഫ് ക്ലൗഡും ആ ക്രിസ്തു തന്നെയാണ്. നമ്മൾ യേശു തന്നെ പറഞ്ഞു ഐ ആം ദ വേ ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ് എന്ന് പറഞ്ഞ ആ സത്യവും ആ ദൈവമായ യേശു തന്നെയാണ്. അത് തന്നെയാണ് മിസ്റ്ററി. ആ മിസ്റ്ററിയാണ് ഗോഡ് വാസ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലെഷ്. അത് ആ ഒരു കാര്യത്തിനെ ഇവർക്ക് എങ്ങനെയെങ്കിലും മാറ്റാൻ വേണ്ടിയാണ് ഈ വചനങ്ങളെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ഹി വാസ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലെഷ് എന്നുള്ള കാര്യം അവർ യൂസ് ചെയ്യുന്നത്. ഇവർക്ക് യേശുവിനെ ഗോഡായിട്ട് സ്വീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ വചനങ്ങൾ, ഈ ബൈബിള് തന്നെ മൊത്തം എഴുതേണ്ട അവർക്ക് ആവശ്യം വന്നേക്കുന്നത്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വചനങ്ങളുണ്ട്, അതെല്ലാം അവര് മാറ്റിയിട്ടുണ്ട്, മാറ്റാൻ അവർ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ടീച്ചിങ്ങിലോട്ടാണ് ആൾക്കാരെ കൊണ്ടുവരുന്നത്. അത് പക്ഷെ അവരെ ആക്ച്വലി യേശു മാത്രമുള്ള ഒരു മാർഗം, ആ മാർഗത്തിൽ നിന്നല്ലാതെ നമുക്ക് സ്വർഗത്തിൽ എത്താൻ ഒക്കത്തില്ല. ക്രിസ്തുവിനെ ധരിക്കാതെ, ക്രിസ്തുവിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവില്ലാതെ നമുക്ക് ഒരിക്കലും സ്വർഗരാജ്യത്തിൽ എത്താൻ ഒക്കത്തില്ല. അതിനുവേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നായ്ക്കൾ തന്നെ വിളിക്കണം. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മക്കളെ വഴി തെറ്റിക്കാൻ വേണ്ടി പുതിയ ബൈബിളായിട്ട് ഇറങ്ങിയേക്കുവാണ്. അത്രേ എനിക്ക് പറയാനുണ്ട്. ഇതിനകത്ത് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തന്നെയാണ് ജഡത്തിൽ പ്രത്യക്ഷനായിരിക്കുന്നത്, അല്ലാതെ വേറെ ഒരുത്തനും ദൈവത്തിന് കൂടില്ലെന്നുള്ള വചനങ്ങൾ യെശയ്യാവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെശയ്യാവ് തന്നെ യെശയ്യാവ് 43:11 പറയുന്നുണ്ട്, ഐ ആം ലോർഡ് ബിസൈഡ് മീ ദെർ ഈസ് നോ സേവിയർ. വേറൊരു രക്ഷിതാവും കൂടില്ല, എന്റെ മുമ്പേ ഇല്ല, പുറകെ ഇല്ല, ആദ്യം ഇല്ല, മുമ്പേ വലത്തും ഇല്ല, ഇടത്തും ഇല്ല, വേറൊരു ഫോറിൻ ഗോഡും ഇല്ല. അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്ക് യഹോവ സാക്ഷിക്കാരൊരു ചോട്ടാ ഗോഡിനെ കൊണ്ട് വന്നേക്കാം. അവര് തൃത്വം ഇല്ലെന്ന് പറയുന്നുണ്ട്, പക്ഷെ അവർക്കൊരു ചോട്ടാ ഗോഡുണ്ട്. ആ ഗോഡാണ്. ദ ലോഡ് അല്ല, അവർക്ക് ലോഡാണ്. അപ്പൊ ഇതൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടെന്ന് അവര് ആൾക്കാരെ വഴി തെറ്റിക്കാൻ നോക്കുവാന്ന് എനിക്ക് പറയാനുണ്ട്. വേറെ വല്ലതും ഉണ്ടോ ഇതിനകത്ത് ചോദിക്കാനുള്ള? താങ്ക് യു. വേറെ നമുക്ക് ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഇന്ന് 3 വാക്യങ്ങളാണ് എടുത്തത്. ബേസിക്കലി യെശയ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, പുത്രൻ ജനിച്ച അവന്റെ മനുഷ്യത്വം എന്നുള്ള ഭാഗം നമ്മൾ നോക്കുമ്പോൾ അവൻ വചനം ജഡമായി തീർന്നു, ജനിച്ചു. പക്ഷെ അവന്റെ കാര്യം പറയുമ്പോൾ അവൻ എന്നേക്കും പിതാവുമായിരിക്കുന്നവനാണ്, എന്നേക്കും ദൈവമായിരിക്കുന്നവനാണ്. അതുപോലെ തന്നെ നമ്മൾ കണ്ടു വെളിച്ചത്തിൽ വസിക്കുന്ന ഏക അധിപതി, അതായത് അവനല്ലാതെ വേറെ ആരുമില്ല. അപ്പോൾ സ്തെഫാനോസ് മേളിലോട്ട് നോക്കിയപ്പോൾ കണ്ടത് അവനെ മാത്രമാണ് എന്നുള്ള കാര്യം ആ ഒരു 1 തിമോത്തിയോസ് 6:13 13 വാക്യം നോക്കിയാൽ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ആത്മാവ് ലഭിച്ച സ്തെഫാനോസ് സാക്ഷ്യപ്പെടുത്തിയതും ആത്മാവ് ലഭിച്ച പൗലോസ് സാക്ഷ്യപ്പെടുത്തിയതും തമ്മിൽ നമ്മൾ ഒത്തുനോക്കുമ്പോൾ നമുക്കറിയാം ഏക അധിപതിയായവനെയാണ് സ്തെഫാനോസ് അവിടെ കണ്ടത്. വെളിച്ചത്തിൽ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഇതിനകത്ത് പാസ്റ്റർ അബ്രഹാം കുട്ടിക്കോ പാസ്റ്റർ ജോസിനോ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. പ്രൈസ് ലോർഡ്. എനിക്ക് ഇത് കേൾക്കുന്ന കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെയുള്ള ക്രിസ്ത്യാനികൾ എന്ന് നോമിനൽ ക്രിസ്ത്യൻസ്, പേര് തോമസ്, ഉമ്മൻ, ചാണ്ടി, വർഗീസ്, അങ്ങനെ ക്രിസ്തീയ പേരിൽ അറിയപ്പെടുന്ന കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെയുള്ള
സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരു വാക്യം വായിക്കുന്നു, നമ്പേഴ്സ് 23:9. For from the top of the rock I see him, and from the hills I behold him. Lo, the people shall dwell alone, and shall not be reckoned among the nations. ശിലാഗ്രഹങ്ങളിൽ ഞാൻ അവനെ ഗ്രഹിക്കുന്നു, കാണുന്നു. ആരെ കുറിച്ചാ? ഇസ്രായേലിനെ കുറിച്ച്. അതായത് ജാതികളുടെ ഇടയിൽ എണ്ണപ്പെട്ടിട്ടില്ല. തീർച്ചയായിട്ടും പഴയ നിയമത്തിൽ യഹോവയുടെ ജനമായിരുന്ന ഇസ്രായേല് ജാതികളോട് എണ്ണപ്പെടാതിരിക്കുന്ന പോലെ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും യേശുക്രിസ്തു എന്ന ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഈ കൃപായുഗത്തിൽ യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ പ്രാപിച്ചുകൊണ്ട് നിത്യജീവനിലേക്ക് കടക്കുവാൻ വേണ്ടി അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു വരുമ്പോൾ ദൈവം ഈ കൃപായുഗത്തിൽ അവന്റെ രക്തത്താൽ പർച്ചേസ് ചെയ്ത ആ സഭയിൽ ഒരു മെമ്പറായി നിങ്ങൾ തീരും. അതുകൊണ്ട് തീർച്ചയായിട്ടും യഹോവ സാക്ഷികളുടെ ദുരുപദേശം, അവരുടെ കാര്യങ്ങൾ ഞങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. തീർച്ചയായും നിങ്ങൾ കാണണമേ, ദൈവത്തിന്റെ റൂട്ട് ഇസ്രായേൽ ഫോളോ ചെയ്ത യഹോവയാണ്. ആ യഹോവ തന്നെ ആകുന്നു ഈ പഠിപ്പിക്കുമ്പോൾ JWയുടെ മേജർ ഗോഡും മൈനർ ഗോഡും തൃത്വക്കാരായിരിക്കുന്നതോടെ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, ട്രിനിറ്റി, തൃത്വം, സാരാംശം, സത്ത, ഇങ്ങനെയുള്ള ദുരുപദേശങ്ങളെ വിട്ട് നിങ്ങളുടെ രക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ട് ഹീ ഈസ് ദ ഓദർ ആൻഡ് ഹീ ഈസ് ദ ഫിനിഷർ. അപ്പോൾ യേശു ക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളൂ, മറ്റൊരുത്തരും രക്ഷയില്ല എന്ന് മനസ്സിലാക്കി ഈ അന്ത്യസമയത്ത് നിങ്ങളുടെ രക്ഷയ്ക്കായിട്ടുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കുക. ഇറ്റ് ഈസ് അപ് ടു യു. യു ആർ ദ only sole person to take a decision what is to be done. ഞാൻ എന്ത് ചെയ്യണം എന്ന് ഒരു വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത്. ഈ ലോകത്തിൽ ഒരു പോപ്പോ ബിഷപ്പോ പാസ്റ്റർമാർക്കോ നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കില്ല. രക്ഷിക്കാൻ സാധിക്കുന്ന ഒറ്റയൊരു ദൈവമാണ്, അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, അവന്റെ കൽപ്പനകളെ അനുസരിക്കുക. അവൻ അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിന് സഭയോട് ചേർക്കും. ആ സഭയാണ് പറഞ്ഞത് പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത സഭ. ബാക്കി കത്തോലിക്ക മുതൽ തൃത്വം വരെയുള്ള ഈ ലോകത്തിലെ സഭകളെല്ലാം പാതാള ഗോപുരങ്ങളായിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിനാൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും കൂടെ അടിസ്ഥാനമിട്ട ആ സഭയിലെ മെമ്പേഴ്സായി തീരുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ. പാസ്റ്റർ ജോസ് എന്തെങ്കിലും? ഇല്ല. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഇന്ന് എല്ലാവരും ജോയിൻ ചെയ്തവരെ ഒരു പ്രാവശ്യം കൂടെ നന്ദിയോടെ ഓർക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ എല്ലാ സ്നേഹവന്ദനങ്ങളും അറിയിക്കുന്നു. ഞങ്ങളുടെ ലൈവുകൾ ഇനിയും മുന്നോട്ട് വരുന്ന വിഷയങ്ങൾ നോക്കി അതിനെ ഒക്കെ കണ്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. ഞങ്ങളുടെ ചാനലിൽ എത്രയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ സാധിക്കുമോ അത്രയും എത്തിക്കുക. ആരെങ്കിലും നിങ്ങൾ അയച്ച ഒരു വീഡിയോ കാരണം സത്യത്തിലേക്ക് വരുമെങ്കിൽ അത് ശരിക്കും അത് നിങ്ങളുടെ ഒരു 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 ദൈവവേലയായിട്ട് കണക്കാക്കപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.